അതൊക്കെ പച്ചക്കള്ളാണ്. പക്ഷെ അവനക്ക് കേസ് ഉണ്ട് എന്ന് പറയുന്നത് ഈ താമരശ്ശേരി തന്നെ വയനാട്ടിലുള്ള ഒരു പെൺകുട്ടി കേസ് കൊടുത്തിട്ട് അത് 4 ദിനം പൊട്ടിപ്പോയി. കള്ളക്കേസാന്ന് തെളിയിച്ചു പോയി. പിന്നെ രണ്ടാമത്തെ കേസ് ഫോക്സോ കേസ് എന്ന് പറയുന്നത് ആ പെൺകുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഭർത്താവ് ഉണ്ടായിരുന്നു. ഇവൻ അറിയാതെ ആ പെൺകുട്ടീനെ പ്രേമിച്ചതായിരുന്നു. ആ പെൺകുട്ടീൻ്റെ ഭർത്താവ് ഇവനക്ക് കോൾ ചെയ്തപ്പോൾ ഈ പെൺകുട്ടീനെ അവൻ ബ്ലോക്ക് ചെയ്ത്. കാരണം ഈ പെൺകുട്ടി തന്നെയാണ് ഇത് എന്നോട് നിഷാലിനെ അറസ്റ്റ് ചെയ്താന്ന് വിളിച്ചിട്ട് ഞങ്ങൾക്ക് മെസ്സേജ് വിട്ടിട്ടുള്ളത്. നിഷാൽ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, എൻ്റെ ഫോൺ ബ്ലോക്ക് ചെയ്ത ദേഷ്യത്തിനാണ് ഞാൻ എൻ്റെ അപ്പാനോട് ഇത് പറഞ്ഞത്. പക്ഷെ അന്ന് വരെ എൻ്റെ മോനോട് ആവശ്യപ്പെട്ടത് 1 ലക്ഷം രൂപ ആയിരുന്നു എൻ്റെ ബാപ്പ കേസ് കൊടുക്കണ മുന്നേ. അത് ഇവിടുന്ന് പാർട്ടിക്കാർ ആൾക്കാരെ കൊണ്ട് സംസാരിച്ചപ്പോൾ പൈസ തന്ന പ്രശ്നമില്ല അവർ പറഞ്ഞു. അപ്പം ഇപ്പം പറഞ്ഞു ഞാൻ എന്തിന് നിങ്ങൾക്ക് പൈസ തരണം. അങ്ങനെയാണെങ്കിൽ ഇവരൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞ് അക്കൗണ്ട് നമ്പർ കൊടുക്കാൻ. ആ അക്കൗണ്ട് നമ്പർ തരൂല എന്ന് പറഞ്ഞ് പോയ ആള് പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസാണ് വരുന്നത്. അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിലാണല്ലോ നമുക്കിതൊരു തെളിവ് വേണ്ടേ ഇവർ ചോദിക്കണേന്നില്ല. അപ്പം ഇവൻ പറയണേ ആ പെൺകുട്ടി ഇവനും തമ്മിലുള്ളത് കല്യാണം കഴിഞ്ഞെന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഇവൻ അതിന് ഒഴിവായിട്ടുള്ളത്. പിന്നെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും കാണുന്നില്ലല്ലോ. എൻ്റെ മോൻ കേട്ടതാണ്. അങ്ങനെ വന്നതാണ് ആ കേസ്. ആ കേസ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഞങ്ങളുടെ അടുത്ത് എല്ലാ തെളിവും ഞങ്ങളെ വക്കീലിനെ ഹാജരാക്കി. ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്ത്രീകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രം അവരെ ഉപയോഗിക്കുന്ന ഒരു വിരുദ്ധനെ കുറിച്ച് ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിരുദ്ധന്റെ ഉമ്മയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഉമ്മയ്ക്കിപ്പോൾ വീട്ടിലും നാട്ടിലും അല്ല ഈ ഒരു യൂട്യൂബിൽ കംപ്ലീറ്റ് ആയിട്ട് മകനെ കുറിച്ചുള്ള തോന്നിവാസം പരാമർശങ്ങളും അതുപോലെ തന്നെ അവരെക്കുറിച്ച് വീട്ടുകാരെ കുറിച്ചൊക്കെ മോശമായിട്ടും വളരെ വിയേർഡായിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോയുമായിട്ട് അവർ പല ആൾക്കാരെയും ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിരുന്നു. പക്ഷെ ആരും പോയിട്ടില്ല. ആരിഫ എന്ന് പറഞ്ഞൊരു വ്ളോഗർ പോയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോന്റെ കുറച്ച് പോർഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത്. സ്വന്തം മോനെ ന്യായീകരിച്ചിട്ടാണ് ഉമ്മ കൂടുതൽ കാര്യങ്ങളും പറയുന്നത്. ഞാനും ആ വർക്കായിട്ട് മുന്നോട്ട് പോണ ഒരാളാണ്. ഞങ്ങൾക്ക് ഒരിക്കലും ഒരാളിത് കൊടുത്ത് പറ്റിച്ച് നിന്നേണ്ട ആവശ്യം. ഞങ്ങൾ തിരൂര് നല്ല അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിലല്ല. ഇന്ന് വരെ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ തിരൂര് ഒന്നും പറയിപ്പിച്ചിട്ടില്ല ആരെക്കൊണ്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വന്ന് അന്വേഷിക്കാം. ഇവനായിട്ട് ഈ പെണ്ണുങ്ങളും ഇവനും തമ്മിലുള്ള ബന്ധത്തിൽ ഇവർ 6 പെണ്ണുങ്ങളും ഒരേ ഗ്രൂപ്പിലുള്ളതാണ്. ഇവൻ്റെ മേലെ കേസ് കൊടുത്തെന്ന് പറയുന്ന ഇവരെല്ലാവരും ഒരേ ഗ്രൂപ്പിലുള്ളതാണ്. അത് തന്നെ അറിയാം ഇതിലൊരു അണി ട്രാപ്പാണെന്നുള്ളത്. ഇത് ശരിക്കും ഒരു അണി ട്രാപ്പാണെന്ന് ഏത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കാര്യമാണ്. കാരണം ഞങ്ങളെ നാട്ടിൽ എന്താണെന്നുള്ളത് ഞങ്ങളെ നാട്ടുകാർക്ക് അറിയാം. ഈ ഒരു വീഡിയോയിൽ ഉമ്മ പറഞ്ഞു ഹണി ട്രാപ്പാണ് എൻ്റെ മോനെ പെടുത്തിയതാണുള്ളത്. ഓക്കെ, മോൻ തങ്കപ്പെട്ട സ്വഭാവമുള്ള മോനാണെന്നാണ് ഉമ്മ ഇപ്പോഴും തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുള്ളത്. മോൻ്റെ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ഉമ്മ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മോൻ്റെ തനി സ്വഭാവം എന്താണെന്നുള്ളത് ഉമ്മാക്ക് നന്നായിട്ട് അറിയാം. ഹണി ട്രാപ്പിൽ അവരെ പെടുത്തിയതാണോ അല്ലെങ്കിൽ മോൻ പെട്ടതാണോ എന്നൊക്കെയുള്ളത് ഉമ്മാക്ക് മനസ്സിലാവും. എന്ത് തന്നെ ആയിക്കഴിഞ്ഞാലും അത്രക്കും നല്ല സ്വഭാവം എന്നല്ല ഈ കൊച്ചിൻ്റെ കയ്യിലുള്ളത്. വളരെ മോശപ്പെട്ട സ്വഭാവം തന്നെയാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത സ്വഭാവം തന്നെയാണ് ഉള്ളത്. അതൊന്നും ഉമ്മ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്തായാലും ആ വീഡിയോ ഒന്ന് കേൾപ്പിക്കുക. അഥവാ ഉമ്മാൻ്റെ ഫോണിൽ മറ്റേ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഉമ്മ തീർച്ചയായും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക്, എന്നിട്ട് പറ. പ്രത്യേകിച്ച് ഒരു മക്കള് ഇതുപോലെ വളരെ മോശമായിട്ട് സ്ത്രീകളെയൊക്കെ അധിക്ഷേപിക്കുന്നതിൻ്റെ അങ്ങേ അറ്റമാണ് ഇവനെ അധിക്ഷേപിക്കുന്നത്. അപ്പം അത്രക്കും കാര്യങ്ങൾ ഇവൻ ചെയ്യുമ്പോൾ അവനെ ന്യായീകരിക്കാൻ വരരുത്. പ്രത്യേകിച്ച് ഉമ്മയും ഒരു സ്ത്രീയാണ്. അത് ചിന്തിച്ചു നോക്കണം. സ്ത്രീത്വത്തെ പൂർണ്ണമായിട്ടും അധിക്ഷേപിക്കുമ്പോൾ അത് സ്വന്തം മോനാണെങ്കിലും തള്ളിപ്പറയേണ്ട കാര്യമാണ്. തീർച്ചയായും ഉമ്മ തള്ളിപ്പറഞ്ഞിരിക്കണം. ഒരു പെണ്ണ് ചെയ്താൽ അത് കുളിച്ചാൽ പോവില്ല, മനസ്സിലായോ? ഒരു മതിലിന് തുള വീണ് കഴിഞ്ഞാൽ അത് തുള വീണത് തന്നെയാണ്. അത് അടക്കാൻ പറ്റില്ല, മനസ്സിലായോ? പക്ഷെ തുള ഇടാൻ വെച്ച ചുറ്റിക ഉണ്ടല്ലോ പുളിയും, അത് പിന്നെയും ഓരോരോ മതിലും ഇട്ടിട്ടിട്ട് പോവാ. കത്തണ്ടവർക്ക് കത്തും. നോക്കണം കിട്ടും. ആയൊക്കെ നല്ല തീറ്റ കൊടുത്തതിന്റെ ശേഷം അടിക്കുള്ളൂ, പേടിക്കണ്ട, മനസ്സിലായോ? തിന്നാൻ കൊടുത്ത് അടിക്കാന്ന് കേട്ടിട്ടില്ല. അതാണ് ഞാൻ സത്യമായിട്ട് തിന്നാൻ കൊടുത്ത് അടിക്കും. അപ്പൊ പ്രശ്നമില്ലല്ലോ. മനസ്സിലായോന്ന് കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്കല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നു. പക്ഷെ പൊന്നുമോൻ്റെ ഉമ്മാക്ക് ഇതുവരെയായിട്ട് കാര്യം മനസ്സിലായിട്ടില്ല. മോനെ സ്നേഹിക്കാം, അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ പാടില്ല. ഏത് മക്കളേക്കാണ് അന്ധമായിട്ട് വിശ്വസിക്കുന്നത്? പ്രത്യേകിച്ച് ഇതുപോലെ തോന്നിവാസങ്ങളൊക്കെ ഇവൻ കാണിച്ചുകൊണ്ടേയിരിക്കുന്നത് ലൈവിലാണ്. ഈ ലൈവിൽ കാണിക്കുമ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞു. ഇവൻ്റെ കാര്യങ്ങൾ തന്നെ ഇവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അത്രയധികം ബോധിക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പം ഇതൊക്കെ നല്ല അടി കിട്ടാത്തതിൻ്റെ കുഴപ്പം തന്നെയാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയൊക്കെ ഇതുപോലുള്ള വിത്തിനൊക്കെ എന്തിനാണ്? അതുകൊണ്ട് തന്നെയല്ലേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൂടി ചീത്തപ്പേര്
കേൾക്കേണ്ടി വന്നത്? ഇതുപോലൊരു വിത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ മതി കുലം അങ്ങ് മുടിയാൻ വേണ്ടിയിട്ട്. അതൊന്നും മനസ്സിലാക്കുക. ഈ മകന്റെ വായിന്ന് വരുന്ന വാക്കുകളൊന്ന് കേട്ടു നോക്ക്. എന്നിട്ടും മകനെ ഒന്ന് വെള്ളപൂശാൻ വേണ്ടി ശ്രമിക്കുന്ന കാണുമ്പോൾ ലജ്ജ തോന്നുന്നു, വല്ലായ്മ തോന്നുന്നു. ഒന്നെങ്കിലും ഒരു സ്ത്രീയല്ലേ, ചിന്തിച്ചു നോക്ക്. ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവനെ ആരെയാണ്, ഒന്നടങ്കമുള്ള സ്ത്രീകളെയാണ് ഈ അപമാനിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇവന്റെ മുന്നിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീകളായിക്കാൻ, നീ ഒരു പെൺകുട്ടി ആയിക്കാൻ ഒക്കെ ഇവൻ ഒരേ കണ്ണു വെച്ചിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് ഒക്കെ പറഞ്ഞ ഡയലോഗൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് നോക്ക്, മനസ്സിലാവാതിരിക്കാൻ പൊട്ടം മാറുന്നല്ലോ നിങ്ങളൊന്നും. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെയാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷെ ഇവനെപ്പോലുള്ള തോന്നിവാസികൾക്ക് ന്യായീകരിച്ച് മെഴുകുമ്പോൾ അതിന്റെ സത്യാവസ്ഥ കൂടി ഒന്ന് മനസ്സിലാക്കണം. അവന്റെ ലൈവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പൊ അത് ഡിലീറ്റ് ആക്കിയാലും ഇല്ലെങ്കിലും ആ കാര്യങ്ങളൊക്കെ അവൻ പറഞ്ഞതാ, ഒരിക്കലും സ്ക്രിപ്റ്റഡ് അല്ല. അത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നില്ലേ, അവൻ ആ വീട്ടിലിരുന്നു കൊണ്ട് പറയുന്ന തോന്നിവാസങ്ങൾ, ലൈവായിട്ട് പറയുന്ന തോന്നിവാസങ്ങളാണ്. അപ്പൊ അതൊക്കെ സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് വരാൻ നിൽക്കരുത്. സ്വന്തം മക്കളെ വിശ്വസിക്കാം, അന്ധമായി വിശ്വസിച്ച് കുഴിയിൽ ചാടുന്ന പല മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്. അതിൽ ഒന്നായിട്ട് ഒരിക്കലും ഈ ഉമ്മയും മാറരുതെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മകന്റെ കാര്യങ്ങൾ കേട്ടറിഞ്ഞിട്ട് അല്ലെങ്കിൽ മകന്റെ ചെയ്തികൾ കണ്ടറിഞ്ഞിട്ട് അവനെ കുടുംബത്തിൽ കയറ്റാൻ പറ്റുന്നവൻ തന്നെയാണെന്നൊന്ന് ചിന്തിച്ചു നോക്ക്. തീർച്ചയായും ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവന്റെ സ്വഭാവം അതൊരു മനോരോഗമാണെന്നുണ്ടെങ്കിൽ അതിന് വിദഗ്ധ ചികിത്സ തന്നെ ഒന്ന് കൊടുത്തേക്ക്, എന്നിട്ട് കുടുംബത്തിൽ കയറ്റിയാൽ മതി. അല്ലാതിരുന്നാൽ ഇതും ഇതിനപ്പുറമുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. 10-100 പെൺപിള്ളേരെയൊക്കെ വലയിലാക്കി എന്നൊക്കെ പറയുമ്പോൾ അതും പല പെൺകുട്ടികളുമായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് കാര്യങ്ങൾ മാത്രമല്ല ഫിസിക്കൽ റിലേഷൻഷിപ്പ് കൂടി ഉണ്ട് എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇവനെ പോലുള്ള ഒരു വീട്ടിൽ കയറ്റാൻ വേണ്ടി തോന്നുന്നത്? ഇതൊക്കെ പറയുന്നത് സ്ത്രീകളെ കുറിച്ച് ഇവൻ പറയുന്ന വാക്കുകൾ കേട്ടില്ലേ, ഏതൊരു സ്ത്രീക്കും അപമാനമാണ് ഇതുപോലുള്ള വാക്കുകളൊക്കെ ഇവൻ പറഞ്ഞിട്ട് വരുമ്പോൾ. എല്ലാ സ്ത്രീകളെയും അത് ബാധിക്കുന്ന കാര്യം തന്നെ. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ എന്താ ഇവന്റെ വലയിൽ വീഴാൻ വേണ്ടി നിൽക്കുന്നത്? കല്യാണം കഴിഞ്ഞ സ്ത്രീകളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ഇവൻ നിൽക്കുന്നു, വീണ് കയറാൻ വേണ്ടി അവൻ നിൽക്കുന്നു. എന്നിട്ട് കുറ്റം മൊത്തം സ്ത്രീകളുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പോലെ ഉമ്മ സംസാരിക്കുന്നു. എങ്ങനെ പറയാൻ വേണ്ടി തോന്നുന്നു? തൻ്റെ മകന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റായി തന്നെ കണക്കാക്കണം. സ്ത്രീ എന്ന് വെച്ചാൽ ഇതിനായിട്ടുള്ളൊരു ഉപകരണം പോലെയാണ് മകൻ കാണുന്നത്. ആ ഒരു മനോഭാവം തന്നെ തെറ്റാണ്, അതൊരു മനോരോഗം തന്നെയാണ്. അതിനുള്ള ചികിത്സ ആദ്യം കൊടുത്തിട്ട് അവനെ നന്നാക്കി എടുക്കാൻ നോക്ക്. ഇനി US-ലുള്ള പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സമ്മതമാണ്, ഇവൻ സമ്മതിച്ചില്ലെന്നോ അല്ലെങ്കിൽ ഇവൻ സമ്മതിക്കുമെന്നോ അതൊക്കെ ഏതെങ്കിലും ഒരു വൈക്കങ്ങ് പോയിക്കോട്ടെ, ബിസിനസ് കാര്യങ്ങളോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതങ്ങ് സത്യം തെളിഞ്ഞോട്ടെ. പക്ഷെ ഇവന്റെ സ്വഭാവം തനി കൂതറ സ്വഭാവം തന്നെ, അതിലൊരു തർക്കവുമില്ല. പൊന്നുമോൻ ഏതാ ജന്മോ? എല്ലാ പെൺകുട്ടികളും ഇവനെ കാണുമ്പോൾ അങ്ങ് മറന്ന് വീഴുകയല്ലേ ചെയ്യുന്നത് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവൻ പറയുന്ന കാര്യങ്ങളല്ലേ ഉമ്മ കേട്ടുള്ളൂ, ബാക്കിയുള്ളവരുടെ ഭാഗം കൂടി ഒന്ന് കേൾക്ക്. പിന്നെ അതും പോരാതെ മകന്റെ വായിന്ന് വരുന്ന കാര്യങ്ങളും കൂടി ഒന്ന് കേട്ടാൽ നന്ന്. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ സ്വന്തം ഉമ്മക്കായാലും പെങ്ങക്കായാലും കേൾക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ഇവന്റെ മുന്നിൽ ഏത് പെണ്ണ് പോയി നിന്ന് കഴിഞ്ഞാൽ ഇവന്റെ തോട്ട് എന്ന് പറയുന്നത് ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ട് തന്നെയായിരിക്കും, വളരെ മോശമായിട്ടുള്ള തോട്ട് തന്നെയായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത്രയെങ്കിലും പറയണമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായമാണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്ത ഏതെങ്കിലും കൂട്ടുകാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.